തുടർച്ചയായ രണ്ടാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് നേരെ ഡ്രോൺ ആക്രമണത്തിന് ശ്രമം. ജമ്മു കശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭൂജ് വരെയുള്ള 26 പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ചുവെന്നാണ് പ്രതിരോധ സേനാ വിഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ. ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാകിസ്ഥാന് നേരിയ അപകടം വിതയ്ക്കാൻ സാധിച്ചത്. പാകിസ്ഥാൻ വിക്ഷേപിച്ച ഡ്രോൺ പതിച്ചത് ഒരു വീടിന് മുകളിലായിരുന്നു. സ്ഫോടനത്തെ തുടർന്നുണ്ടായ വലിയ തീപിടുത്തത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. സാരമായി പൊള്ളലേറ്റ സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മറ്റു 2 പേരുടെ പരിക്ക് ഗുരുതരമുള്ളതല്ല. പാക് പ്രകോപനങ്ങൾക്ക് അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇന്ത്യയുടെ തിരിച്ചടി. അതിർത്തി മേഖലയിൽ സംഘർഷം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിൽ നിർണായക യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ 3 സായുധ സേനാ മേധാവികളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എത്രയും വേഗം ശമിക്കുന്നത് കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് വെള്ളിയാഴ്ച വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക നടപടി ശക്തമാകുന്നതിനിടെയാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റിന്റെ ഈ പ്രസ്താവന പുറത്തുവരുന്നത്. ഈ സംഘർഷാവസ്ഥ എത്രയും വേഗം ശമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപ് ഇവിടെ ഓവൽ ഓഫീസിൽ വരുന്നതിന് വളരെ മുൻപ് തന്നെ പതിറ്റാണ്ടുകളായി പരസ്പരം വൈരുദ്ധ്യത്തിലായിരുന്ന 2 രാജ്യങ്ങളാണിതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. മാർക്കോ റൂബിയോയും വളരെയധികം ഇടപെട്ടിട്ടുള്ള കാര്യമാണിതെന്ന് ലീവിറ്റ് പറഞ്ഞു. അതേസമയം അന്താരാഷ്ട്ര നാണ്യനിധി പാകിസ്ഥാന് $100 കോടി വായ്പാ സഹായം അനുവദിച്ചതായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. എന്നാൽ ഈ അവകാശവാദത്തിൽ IMF ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. $700 കോടി വായ്പയ്ക്കായി പാകിസ്ഥാൻ IMF-നെ സമീപിച്ചിരുന്നു. ഇതിന്റെ ആദ്യ റിവ്യൂവിലാണ് $100 കോടി അനുവദിച്ചത്. കൂടാതെ $130 കോടി മറ്റൊരു വായ്പയ്ക്കും പാകിസ്ഥാൻ അപേക്ഷിച്ചിരുന്നു. ഇവ 2 വർഷമായി IMF-ന്റെ പരിഗണനയിലായിരുന്നു. വെള്ളിയാഴ്ച നടന്ന റിവ്യൂ യോഗത്തിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചുവെങ്കിലും അതിനെ മറികടന്നാണ് വായ്പ അനുവദിച്ചത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ജമ്മുവിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ എത്തിയിരുന്നു. രാത്രിയിലെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയുമായി ഇന്ത്യ കറാച്ചിയിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമ പ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. ഇതിനു പിന്നാലെയാണ് ജമ്മുവിൽ പാകിസ്ഥാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകൾ തകർത്തതായി ഇന്ത്യ വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ മേഖലയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് സമയത്ത് മൊബൈൽ വെളിച്ചം അടക്കം ഓഫ് ചെയ്യണമെന്നും വീടുകൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമായി കഴിയണമെന്നും സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു.